ഹായ് ഫ്രണ്ട്സ്, ഒരു വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ വസന്തകാലം. നവംബർ ഡിസംബർ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പൂക്കൾ, ഒരുപാട് പൂമ്പാറ്റകൾ, പിന്നെ ഇതേപോലെ പുഴുക്കളെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റിയൊരു സമയമാണല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ അമ്മയുടെ അലക്കൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഞാൻ ഉമിക്കേരി പേസ്റ്റ്, മാവില ഒക്കെ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കേട്ടോ. പണ്ട് കാലത്ത് ഇത് വെച്ചിട്ടാണ് പല്ല് തേച്ചിരുന്നത്, അച്ഛൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അച്ചാച്ചനും അമ്മേൻ്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അധികവും അത് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അത് ആ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഞാനില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഈ ഒരു സംഭവം വെച്ചിട്ട് നല്ല പോലെ നീറ്റാവും കേട്ടോ. നമ്മൾ കുറച്ച് നല്ല നീറ്റായിട്ട് അത് തേച്ച് കഴിഞ്ഞാൽ നല്ല പോലെ നീറ്റാവും. അപ്പോൾ ഇത് മാവില നമ്മൾ രണ്ടായി കഴുകി മുറിച്ചെടുത്തതിന് ശേഷം അത് കഴുകിയിട്ട് പേസ്റ്റും ഉമിക്കരിയും വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇനി നമ്മൾ ഇതിനെ കൊണ്ട് പല്ല് തേക്കാം കേട്ടോ. പണ്ട് കാലത്തൊക്കെ പല്ല് തേച്ചിരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചാണ് കേട്ടോ. കരിക്കട്ടയൊക്കെ വെച്ചിട്ട് തേക്കാറുണ്ട് എന്നൊക്കെ അമ്മമ്മയൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ പല്ലൊക്കെ തേച്ചിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ വസന്തകാലം ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും, വൈബായിരിക്കും. ഇവിടെ ചുറ്റുപാട് ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയാണ്. അത് നമ്മുടെ കിളികളെ സൗണ്ട്, അതുപോലെ ആ കാറ്റടിക്കുന്ന സൗണ്ട്, അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു വൈബായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചായ കുടിക്കൽ പരിപാടീസിലേക്ക് കടന്നു. കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് നമ്മൾ ചായ കൊടുത്തു. അതിന് ശേഷം നമ്മളും ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അമ്മ അടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലിയും ചട്നിക്കറിയും ആണ് കേട്ടോ. ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ ചിക്കൻ കറിയാണ്, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലേ ദിവസത്തെ ചിക്കൻ കറി ഇതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. അമ്മ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇഡ്ഡലി ഒരു 5 ഒക്കെ കഴിക്കണം, രാവിലെ നല്ലപോലെ ഫുഡ് കഴിക്കണം. അത് പിന്നെ എനിക്ക് സ്ഥിരമായതുകൊണ്ട്, സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്നതായതുകൊണ്ട് പിന്നെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അങ്ങനെ രാവിലെ അങ്ങനെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ്റെ മേത്തായി ആ പുഴു അച്ഛോ, അച്ഛൻ്റെ മേത്തായി അടി. ഓ ആണ് മണ്ടക്കുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ മുറ്റത്തുനിന്ന് എന്തൊക്കെയോ അലമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇന്നലെ ചിക്കൻ കറിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് കുട്ടികൾക്ക് മാത്രം ബിരിയാണി ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മാത്രം ബിരിയാണി ആക്കുന്നതാണ് കേട്ടോ. കാലുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ്റെ കാല് കടിച്ചു പറിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറിയും കൂടെ അമ്മ വെക്കുന്നുണ്ട്. പൊന്നിയൊരു ചോറ്, ആവി ഇറക്കുന്ന ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ മസാലയൊക്കെ പുരട്ടി ചിക്കനൊക്കെ അതിലിട്ട്. ഇനി കുട്ടികൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ലഡുമണി ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് അവർ കഴിക്കുന്നത്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുത്തോ അവനെ എടുത്തിന്, രണ്ടാളെ എടുത്ത് 2 പേരെ എടുത്തിട്ടുണ്ട്. അമ്മയുടെ മുട്ടിപ്പോ. അപ്പോൾ ഉള്ളിവട ചുടേണ്ട കാര്യമൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളിവട നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീലിംഗാണ് എനിക്ക് ഉണ്ടാക്കാറുള്ളത്. അതായത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ കല്യാണത്തിന് മുന്നേ ഒക്കെ. അപ്പോൾ നമ്മളൊക്കെ കൂടുന്ന അവസരത്തിൽ ഉള്ളിവട, കട്ടൻ ചായ, ഇത് വേറെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട് ഉള്ളിവടയ്ക്ക് പറയാനായിട്ട്. അപ്പോൾ പിള്ളേർ സംഘം ഇവിടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അച്ഛൻ എന്തോ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്നിട്ട്. മുട്ടായില്ല, മുട്ടായി അച്ഛൻ വാങ്ങൂല. മുട്ടായി തിന്നാൻ പാടില്ല. വേഗോ
ഗൈസ് അച്ചാറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ എൻ്റെ അമ്മ. എന്ത് കിട്ടിയാലും അച്ചാറിട്ട് അമ്മ പരീക്ഷിക്കാറുണ്ട്. കറക്റ്റായിട്ട് ഇന്ന് അച്ചാറില്ല, അതാണ് കേട്ടോ ധൻഷുവിൻ്റെ പരാതി. അച്ചാർ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതിനാണ് അവൻ പറയുന്നുണ്ടായിരുന്നത്. അച്ചാർ ഇനിയിപ്പോൾ കൊടുത്താലോ, അച്ചാർ മാത്രമേ അവൻ തൊട്ട് നോക്കും കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഇത്. വേണ്ട ആരാ ഫസ്റ്റ് ആവോ നോക്കട്ടെ. ആരാ? ആമി ഫസ്റ്റ് ആയി അല്ല? ആമി ഗുഡ് ഗേൾ, ആമി ബേബി ഗുഡ് ഗേൾ ആണ്. ഹായ് ഒക്കെ, ഹായ് ഒക്കെ ആമി, ഹായ്. ആമിക്കുട്ടി ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇവർ രണ്ടാളെയും ചൊറയാക്കലാണ് അവരുടെ മെയിൻ പരിപാടി കേട്ടോ. അങ്ങനെ ധൻഷു കഴിച്ച ഇടയിൽ തന്നെ ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അമ്മ ഇതാ നെല്ലും ചാക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് കുത്താൻ വേണ്ടി മില്ലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ധന്യേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വന്നാലും ധന്യേച്ചിനെ വിളിക്കും. അപ്പോൾ ധന്യേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ധന്യേച്ചിൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് മേലോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിതാ മുറ്റമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ധന്യേച്ചി നമ്മളെല്ലാവരും കൂടെ കുറേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ധന്യേച്ചി തൊട്ടപ്പുറത്ത് വല്യമ്മ എൻ്റെ റിലേറ്റീവാണ് ധന്യേച്ചി. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം നമ്മൾ കുറേ ലേറ്റ് ആയതിന് ശേഷമുള്ളതാണ്. ചായ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ബ്രെഡും ചിക്കനും കൂടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. അതിനിടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഇവരെ വോയിസ് ഞാൻ ആഡ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ TV വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പിറ്റത്തെ ദിവസം ഉള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു ദിവസം തിരിച്ചു പോയിട്ട് ഇത് 2-3 ദിവസം യോജിപ്പിച്ചിട്ട് എടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, 3 ആൾക്കും ഒരുപോലെ അവരത് നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി അത് ഉണ്ടാക്കിയതാണ്. എനിക്ക് എൻ്റെ നെത്തിക്കൊന്നും ഈ ഒരു കഞ്ഞി അത്ര ഇഷ്ടമേ അല്ല. പിന്നെ നമ്മൾ പഴം, അവിൽ അങ്ങനത്തെ ഒക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ പോകണം, നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അച്ഛൻ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കാനൂലെ വീട്ടിലേക്ക്. അപ്പോൾ അച്ഛനതാ പകുതിക്ക് അച്ഛനവിടെ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനെ പീടികയിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരികയാണ്. അപ്പോൾ ധൻഷു ബേബി അവിടെ നിന്ന് ഒരു ഭാവേനെയൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ഫുഡ് വെക്കുന്നില്ല, കാരണം കല്യാണമുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഇതാ പാർസൽ വാങ്ങിച്ചിട്ട് ആണ് പോകുന്നത്. അപ്പം അടുത്ത വീട്ടിലൊരു കല്യാണമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.